ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം. നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫേത്ത് എന്നിവരുടെ പാരമ്പര്യമാവിത്. ജലപ്രളയത്തിന് ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. യാഫേത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബൽ, മോശെക്, പീരാസ്. ഗോമരിൻ്റെ പുത്രന്മാർ അസ്കേനാസ്, റീഫത്ത്, തോഗർമ. യാവാൻ്റെ പുത്രന്മാർ ഏലീശ, തർശീസ്, കിത്തീം, ദോദാനീം. ഇവരാൽ ജാതികളുടെ ദ്വീപുകൾ അതത് ദേശത്തിൽ ഭാഷയായും ജാതിയായും കുലമായും പിരിഞ്ഞു. ഹാമിൻ്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. കൂശിൻ്റെ പുത്രന്മാർ സെബ, ഹവീല, സബ്ദ, രാമ, സബ്തക. രാമയുടെ പുത്രന്മാർ ശെബയും ദദനാനും. ഉഷ നിമോദ്രിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദിവീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമോദ്രനെ പോലെ നായാട്ടുവീരൻ എന്ന് പഴഞ്ചൊല്ലായി. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ശിനാർ ദേശത്ത് ബാബേൽ, ഏരെക്, അക്കാത്ത്, കൽനെ എന്നിവയായിരുന്നു. ആ ദേശത്ത് നിന്ന് അശൂർ പുറപ്പെട്ടു. ദീനവേ, രഹോബോത്ത് പട്ടണം, കാലാഖ്, ദീനവയ്ക്കും കാലാഖിനും മധ്യേ മഹാനഗരമായ രേസൻ എന്നിവ പണിതു. മിസ്രൈമോ, ലോദീം, അനാമീം, ലഹാബീം, നഫ്തൂഹീം, പത്രൂസീം, കസ്ലൂഹീം. ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. കദ്രോനീം എന്നിവരെ ജനിപ്പിച്ചു. കനാദന്റെ ആദിജാതനായ സീദോൻ, ഹേത്ത്, യെബൂന്യൻ, അമോര്യൻ, ഗിർഗേഷ്യൻ, ഹിവ്യൻ, അർക്യൻ, സീന്യൻ, അർവാദ്യൻ, സെമാര്യൻ, അമാദ്യൻ എന്നിവരെ ജനിപ്പിച്ചു. പിന്നീട് കനാന്യ വംശങ്ങൾ പരന്നു. കനാന്യരുടെ അദീർ, സീദോൻ തുടങ്ങി ജെരാർ വഴിയായി ഗസാനവരെയും സൊദോമും ഗൊമോറയും അദ്മായും സെബോയിമും വഴിയായി ലാശവരെയും ആയിരുന്നു. ഇവർ അതത് ദേശത്തിൽ ജാതിയായും കുലമായും ഭാഷയായും ഹാമിൻ്റെ പുത്രന്മാർ. എബേൻ്റെ പുത്രന്മാർക്കൊക്കെയും പിതാവും യാഫേത്തിൻ്റെ ജ്യേഷ്ഠനുമായ ശേഫിനും പുത്രന്മാർ ജനിച്ചു. ശേമിൻ്റെ പുത്രന്മാർ ഏലാം, അശൂർ, അർപ്പക്ഷാദ്, ലൂത്ത്, അരാം. അരാമിൻ്റെ പുത്രന്മാർ ഊദ്, ഉൽഗേദർ, മഷ്, അർപ്പക്ഷാദ്. ശാലിമിനെ ജനിപ്പിച്ചു. ശാലക് എബേരിനെ ജനിപ്പിച്ചു. എബേരിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പെലേഗ് എന്ന പേര്. അവൻ്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. അവൻ്റെ സഹോദരന് യൊക്താൻ എന്നു പേര്. യൊക്താനോ അൽമോദ്, ശാലിഫ്, ഹസർവേത്ത്, യാരേഖ്, ഹദോരാം, ഊസാൽ, ദിക്ല, ഓബാൽ, അബീയേൽ, ശെബ, ഓഫീർ, ഹവീല, യോബാബ് എന്നിവരെ ജനിപ്പിച്ചു. ഇവരെല്ലാവരും യൊക്താൻ്റെ പുത്രന്മാരായിരുന്നു. അവരുടെ വാസസ്ഥലം മേശ തുടങ്ങി കിഴക്കൻ മലയായ സെഫർ വരെയായിരുന്നു. ഇവർ അതത് ദേശത്തിൽ ജാതിയായും കുലമായും ഭാഷയായും ശേമിൻ്റെ പുത്രന്മാർ. ഇവർ തന്നെ ജാതിയായും കുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ. അവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിൻ്റെ ശേഷം ഭൂമി ജാതികൾ പിരിഞ്ഞുപോയത്. ബാറക്മോ.